ആനക്കര പഞ്ചായത്തിലെ നയ്യൂർ കോതക്കുളം പാതയിലൂടെയുള്ള വാഹനയാത്ര ദുരിതമായി തീർന്നെന്ന് നാട്ടുകാർ. റോഡിലെ കുഴിയിൽ വെള്ളം കെട്ടിനിന്നും തകർന്ന ഭാഗം ഒഴിവാക്കി വാഹനങ്ങൾ ദിശ മാറി സഞ്ചരിക്കുന്നതും നിരവധി അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ടെന്നും പ്രദേശവാസികൾ പറഞ്ഞു. നയ്യൂർ കോതക്കുളം പാതയിലൂടെ അല്പം സാഹസികമായല്ലാതെ വാഹനയാത്ര ചെയ്യാൻ കഴിയില്ലെന്ന അവസ്ഥയായി. മഴ പെയ്താൽ ഗ്രാമീണ റോഡുകൾ മുഴുവൻ തോടുകളായി മാറുകയാണ്. മേഖലയിലെ നിരവധി റോഡുകളാണ് ജനങ്ങൾക്ക് ദുരിതമായി മാറിക്കൊണ്ടിരിക്കുന്നത്. മഹാപ്രളയത്തിന് ശേഷമാണ് നയ്യൂർ കോതക്കുളം റോഡ് വലിയ രീതിയിൽ തകർച്ച നേരിട്ടത്. റോഡിലെ കുഴിയറിയാതെ യാത്രക്കാർ അപകടത്തിൽപ്പെടുന്നുണ്ടെന്നും പ്രദേശവാസികൾ പറഞ്ഞു. ഇത് വർഷം ഒരു 3 വർഷത്തിന് മേലായി ഇപ്പോൾ റോഡ് വളരെ മോശമായിട്ട് കിടക്കാൻ തുടങ്ങിയിട്ട്. ഇത് നേരെ ആനക്കര ടു ഇങ്ങനെ തൃത്താല പോവും, വരട്ടിപ്പള്ളി, തൃത്താല, നയ്യൂർ, ഇതിലൂടെ ബസ് റൂട്ടൊക്കെ ഉണ്ട്. എന്നുമായിട്ട് ആകെ ദയനീയ അവസ്ഥയിലാണ് ഇവിടെ റോഡ് കിടക്കുന്നത്. പിന്നെ റോഡ് ഇവിടെ ലോറികൾ കണ്ടമാനം പോകുന്നുണ്ട്, സ്കൂൾ ബസ്സുകൾ പോകുന്നുണ്ട്. അപ്പോൾ എന്നും വീഴ്ചേനും മക്കൾ എന്ന് വെച്ചാൽ നയ്യൂരത്ത് ഒരു കുട്ടി ഇപ്പോൾ 2 ദിവസം മുന്നേ സ്കൂട്ടിയായിട്ട് ഒരു ഭാര്യ ഭർത്താവും കൂട്ടി ഇവിടെ വീണ്, ഒരാഴ്ച മുന്നേ വേറൊരു കുട്ടികൾ വീണ്, എന്നും വീഴ്ചേന്. ഇപ്പോഴത്തെ ഇന്നലേനിപ്പോൾ റോട്ടിലിപ്പോൾ കല്ലടിച്ചത്. ഇതിൻ്റെ മുന്നേ ഞങ്ങൾ പല ആൾക്കാരോടും പറഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടായിട്ടില്ല. പഞ്ചായത്തിലും പറഞ്ഞ് ഒരു വിധമുള്ളിടത്തൊക്കെ നമ്മൾ ഇതിൻ്റെ കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഒരു തീരുമാനം ഉണ്ടായിട്ടുണ്ടായില്ല. പരാതി ശക്തമാകുമ്പോൾ താൽക്കാലിക ആശ്വാസമായി അധികൃതർ ഇടപെട്ട് കോറി വേസ്റ്റ് കൊണ്ടുവന്ന് കുഴികൾ മൂടുന്നതാണ് പതിവെന്ന് നാട്ടുകാർ പറഞ്ഞു. പ്രളയ ഫണ്ട് ഉപയോഗിച്ച് നയ്യൂർ കോതക്കുളം റോഡ് നവീകരിക്കാൻ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിരുന്നെങ്കിലും ഇതുവരെ ഒന്നും നടപ്പായില്ല. ഞങ്ങൾ ആവശ്യം റോഡ് നേരെയാക്കും വേണം. ആ പോസ്റ്റ് ഒന്ന് അങ്ങോട്ട് മാറ്റണം. സെൻട്രൽ, അപ്പോൾ റോഡിൻ്റെ സെൻട്രലാണ് പോസ്റ്റ് നിൽക്കുന്നത്. ആ പോസ്റ്റ് ഒന്നില്ലെങ്കിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റണം. അത്ര നമുക്കും ഇതുള്ളൂ. അല്ലെങ്കിൽ ഏതെങ്കിലും വലിയ വണ്ടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇടിച്ച് കംപ്ലൈൻ്റ് ആവും. കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായി കുടുംബത്തിന്റെ സർവ്വ ഐശ്വര്യങ്ങൾക്കായി ഇല്ലം നിറയും തൃപ്പുത്തിരിയും ആഗസ്റ്റ് 11 ഞായറാഴ്ച ആഘോഷിക്കുന്നു. ഇല്ലം നിറ ചടങ്ങുകളിൽ പങ്കെടുക്കുവാൻ കുന്നംകുളം കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലേക്ക് ഭക്തിപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു.